പത്രപ്രവർത്തകൻ ജോൺ മുണ്ടക്കയത്തിൻ്റെ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെയുള്ള സോളാർ വിവാദത്തിൽ കരുതലോടെ പ്രതികരിക്കാൻ പാർട്ടികൾ തയ്യാറാകുന്നു. എടുത്തുചാടി പ്രതികരിക്കേണ്ട എന്ന നിലപാടിലാണ് കോൺഗ്രസും CPI-എമ്മും. സമരം ഒത്തുതീർപ്പാക്കിയതിൽ CPI-ക്ക് അതൃപ്തിയുണ്ടെന്നറിയുന്നു. സലീം മാലിക് ചേരുന്ന വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. സലീം, പറയൂ. സലീം, ശരിക്കും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ ചില പ്രസ്താവനകളിലൊക്കെ ചില അസ്വസ്ഥതകളുള്ള ചില ഡയലോഗുകൾ അദ്ദേഹം പറയും. പക്ഷെ എന്താണെന്ന് അദ്ദേഹം പറയത്തില്ല. പക്ഷേ ചില ഒത്തുതീർപ്പുകൾ ഉണ്ടെങ്കിൽ അതെത്ര ചാരം മൂടിക്കിടന്നാലും ഇന്നല്ലെങ്കിൽ നാളെ ഈ യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരും. അന്ന് തിരുവഞ്ചൂരും പറയേണ്ടി വരും, ജോൺ ബ്രിട്ടാസും പറയേണ്ടി വരും, നമ്മുടെ മുണ്ടക്കയും പറയേണ്ടി വരും. എന്താണ് സംഭവിച്ചത്? ഓക്കെ, പറയൂ സലീം മാലിക്. ഗുഡ് മോർണിംഗ്. എസ് കെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ അസ്വസ്ഥതകൾ പാർട്ടികൾക്കിടയിൽ തന്നെ ഈ വിഷയത്തിലുണ്ട്. അത് ഏതെങ്കിലും ഒരു പാർട്ടിയെ പ്രത്യേകിച്ചല്ല പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത്. ഇരു മുന്നണികളെയും വലിയ നിലയിൽ പ്രതിരോധത്തിലാക്കിയിരിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് മാധ്യമപ്രവർത്തകൻ ജോൺ മുണ്ടക്കയത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ കരുതലോടെ പ്രതികരിക്കുക എന്നുള്ളതാണ് കോൺഗ്രസും CPI-എമ്മും CPI-യും തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നലെ തന്നെ ഈ വിവാദം വന്നതിന് ശേഷം വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഈ വിഷയത്തിൽ പ്രതികരണത്തിന് പോലും തയ്യാറായത്. അത് തെറ്റായി പോയെന്നോ അതല്ലെങ്കിൽ അത് ശരിയാണെന്നോ അതിനെ നിഷേധിക്കാനോ ഒന്നും നേതാക്കന്മാർ ആരും രംഗത്ത് വരാത്തൊരു സാഹചര്യമുണ്ട്. അത് സ്വാഭാവികമായി ഇത്തരത്തിലൊരു വിവാദം ഉയർന്നു വന്നപ്പോൾ കോൺഗ്രസിന്റെ നേതാക്കളെങ്കിലും പ്രതികരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും പോലും ഈ വിഷയത്തിൽ ഇതുവരെയും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. കാരണം അത്തരത്തിൽ CPI-എമ്മുമായി എന്തെങ്കിലും തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യത്തിന് അണികളെ എങ്ങനെ ബോധ്യപ്പെടുത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും നേരിടുന്ന ഒരു ഈ പ്രതിസന്ധി. മാത്രമല്ല, ഈ എന്ത് അഡ്ജസ്റ്റ്മെന്റ്, അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് നടന്നിട്ടുണ്ടെങ്കിൽ എന്ത് ധാരണയാണ് ഈ പാർട്ടികൾ തമ്മിൽ ഉണ്ടാക്കിയത് എന്നുള്ളതിനും മറുപടി പറയേണ്ടി വരും എന്നുള്ളത് കൂടി കൊണ്ടാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ നേതാക്കന്മാർ തയ്യാറാകാത്തത്. CPI-എം ആവട്ടെ മറ്റാളുകളെയൊക്കെ വിളിക്കുമ്പോൾ പറയുന്നത് പാർട്ടി സെക്രട്ടറി പ്രതികരിക്കട്ടെ, അതിനുശേഷം തങ്ങൾ പ്രതികരിക്കാം എന്നുള്ളതാണ്. പക്ഷേ പാർട്ടി സെക്രട്ടറി പ്രതികരിക്കാനുമില്ല. നിലവിൽ MV ജയരാജൻ മാത്രമാണ് ആ നിലയിൽ എന്തെങ്കിലും ഒരു പ്രതികരണം ഇതിൽ നടത്തിയത്. പിന്നീട് ജോൺ ബ്രിട്ടാസ് ആണ് അത് ആരോപണ വിധേയൻ എന്ന നിലയിൽ അദ്ദേഹം ഒരു വാർത്താ സമ്മേളനം വിളിച്ച് മറുപടി പറയുകയും ചെയ്തത്. CPI-ക്കാവട്ടെ CPI പണ്ടു സ്വീകരിച്ച നിലപാട് അത് ശരിയായി എന്നുള്ളതാണ്. കാരണം ഈ സമരകാലത്ത് തന്നെ CPI ആയിരുന്നു ആദ്യമായി സോളാർ സമരം, അതൊരു അഡ്ജസ്റ്റ്മെന്റ് സമരം എന്നൊരു വാക്ക് തന്നെ പ്രയോഗിച്ചത് CPI ആയിരുന്നു. CPI-യുടെ ആ നിലപാട് ഇപ്പോൾ ശരിയായി എന്നുള്ളതാണ് CPI സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു കാര്യം. പക്ഷെ അപ്പോഴും ഈ വിഷയം ഇപ്പോൾ ഉയർന്നു വരുന്നത് അത് മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുമെന്നും മുന്നണിക്ക് വലിയ പ്രതിരോധത്തിലാക്കുമെന്നും ഒരു വിലയിരുത്തൽ CPI-ക്കുണ്ട്. അതുകൊണ്ട് തന്നെ CPI നേതാക്കളും പ്രതികരിക്കുന്നത് ആലോചിച്ച് തന്നെ പ്രതികരിക്കാം ഒരു നിലയിലാണ്. അതുകൊണ്ട് വരുന്ന ദിവസങ്ങളിൽ എന്തായാലും ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഈ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ എന്തിന് എന്നുള്ളതാണ്. മാത്രമല്ല, രണ്ടാമത്തേത് അങ്ങനെ ഈ വെളിപ്പെടുത്തൽ നടത്തിയ സ്ഥിതിക്ക് അന്നുണ്ടാക്കിയ ധാരണ എന്താണ് എന്നുള്ളതാണ്. ഈ രണ്ട് ചോദ്യങ്ങൾക്കും ഇനി മറുപടി നേതാക്കന്മാരൊക്കെ തന്നെ പറയേണ്ടി വരും. അത് വലിയ പ്രതിസന്ധിയിലും പ്രതിരോധത്തിലുമാണ് ഈ ഇരു മുന്നണികളെയും കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നതും. എസ്. താങ്ക് യു സലീം മാലിക്. എനിക്ക് തോന്നുന്നത് തെറ്റുപറ്റുന്നത് മനുഷ്യ സഹജമാണ്. അത് ഏറ്റുപറയാനുള്ള ആത്മവിശ്വാസമാണ് പാർട്ടികൾക്ക് വേണ്ടത്. ഏതെങ്കിലും രീതിയിൽ അഡ്ജസ്റ്റ്മെൻറ്റ് വിധേയമായി ഈ സോളാർ സമരം പിൻവലിച്ചതാണെങ്കിൽ അത് കേരളത്തിലെ ജനങ്ങളോട് തുറന്നു പറയാൻ പാർട്ടികൾ തയ്യാറാകണം എന്നാണ് നമുക്ക് പറയാനുള്ളത്.